Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination base ചെയ്തിട്ട് ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെയും കൗൺസിലിംഗ് സെക്കൻഡ് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ആൽഫ അക്കാഡമിയുടെ ഓണാശംസകൾ എല്ലാവർക്കും അറിയിച്ചുകൊള്ളുന്നു. ഇപ്പം നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ ലെവലുള്ള MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് ചോയ്സ് ഫില്ലിങ്ങിലേക്ക് നാം കയറുമ്പോൾ നാം എൻ്റർ ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം ഓൾറെഡി ലാസ്റ്റ് ഡേറ്റിലേക്ക് എൻ്റർ ആയതാണ്. ആ സമയത്താണ് പുതിയതായിട്ടുള്ള 8 മെഡിക്കൽ കോളേജുകളും കൂടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എൻട്രൻസ് കമ്മീഷണർ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് ചോയ്സ് ഫില്ലിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കറിയാം ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞ പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നതാണ്. പക്ഷേ പുതിയതായിട്ട് 8 മെഡിക്കൽ കോളേജുകളും കൂടെ എത്തിയത് കൊണ്ട് ആ 8 മെഡിക്കൽ കോളേജുകൾ നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലേക്ക് വന്നിരിക്കുന്നത് 3 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും 5 ഓട്ടോണമസ് ക്യാമ്പസുകളുമാണ്. ഈ 3 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ നമുക്കറിയാം അതാത് സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളായതുകൊണ്ട് എല്ലാം റീസണബിൾ ഗവൺമെൻറ് ഫീസ് തന്നെയാണ് അവിടെയൊക്കെ ഉള്ളത്. ബാക്കി ഓട്ടോണമസ് ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഒരു 3 to 4 lakhs rupees ഓട്ടോണമസ് മെഡിക്കൽ കോളേജുകളുടെ ഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിനകത്ത് ജോയിൻ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാമായിരുന്നു, ഫ്രീ എക്സിറ്റ് എടുക്കേണ്ടവർക്ക് ഫ്രീ എക്സിറ്റ് എടുക്കാമായിരുന്നു. ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് എറൗണ്ട് ജനറൽ കാറ്റഗറിയിൽ 19,600 വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഒരു MBBS സീറ്റിന് ഇന്ത്യ മുഴുവനുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പസിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടിയത്. ഇനി അതിനെ ബേസ് ചെയ്ത് ബാക്കി വരുന്ന OBC റിസർവേഷൻ, SC ST റിസർവേഷൻ ഒക്കെ ആ ഓൾ ഇന്ത്യ റാങ്കിൽ എവിടം വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ 8 മെഡിക്കൽ കോളേജുകളും കൂടെ പുതിയതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഇനിയും കുറച്ചുകൂടെ റാങ്കിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഓൾ ഇന്ത്യയിലൂടെ കുറേ ക്യാമ്പസിലൂടെ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് September 13. അപ്പോൾ ഈ നിമിഷം വരെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് ചോയ്സ് ഫില്ലിങ്ങിനകത്ത് ഈ സ്റ്റേറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്തിട്ട് ഇത് ചോയ്സ് ഫില്ല് ചെയ്ത് ലോക്ക് ചെയ്യേണ്ട ലാസ്റ്റ് മൊമെൻ്റ് എപ്പോഴാണ്, എപ്പോൾ വരെയാണ് എന്നുള്ളത് ടൈം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും സീറ്റ് മെട്രിക്സ് വന്നതിന് ശേഷം ഒരു 2 ദിവസമെങ്കിലും കുട്ടികൾക്ക് ചോയ്സ് സബ്മിറ്റ് ചെയ്യാനും ലോക്ക് ചെയ്യാനുമുള്ള സമയം എൻട്രൻസ് കമ്മീഷണർ അനുവദിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ വെബ്സൈറ്റിലൂടെ ഓൾ ഇന്ത്യ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലൂടെ ഈ സെക്കൻഡ് റൗണ്ടിൽ നമുക്കറിയാം കേരളയുടെ സെക്കൻഡ് റൗണ്ട് പോലെയല്ല ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് പങ്കെടുക്കാം. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പോലും സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് മുഴുവൻ ക്യാമ്പസുകളും സബ്മിറ്റ് ചെയ്യാം. ഇതുവരെ കൊടുക്കാതിരുന്ന ക്യാമ്പസുകൾ പുതുതായിട്ട് ആഡ് ചെയ്യാം, പുതിയതായിട്ട് വന്നിരിക്കുന്ന ക്യാമ്പസുകൾ ആഡ് ചെയ്യാം. ഇനി ഏതെങ്കിലും ക്യാമ്പസുകൾ നമുക്ക് ഒഴിവാക്കാനുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് നാം ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് റീസെറ്റ് ഓപ്ഷൻ ചെയ്തതിന് ശേഷം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ പുതിയതായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും, പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് മാത്രം കണ്ടിന്യൂ ചെയ്യും. ഫസ്റ്റ് റൗണ്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് റൗണ്ടിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ക്യാമ്പസുകളെല്ലാം കൊടുത്തുകൊണ്ട് ഈ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇതാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലെ പ്രത്യേകത. ഇനി ഈ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഒരു ക്യാമ്പസിൽ ഒരു കോഴ്സിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അതർ സ്റ്റേറ്റ് വൈസുള്ള ഒരു ചോയ്സ് ഫില്ലിങ്ങിലും ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും പങ്കെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. സെക്കൻഡ് റൗണ്ടിൽ വരുന്ന ഒരു ക്യാമ്പസിനെ ബേസ് ചെയ്ത് നിർബന്ധമായും നമ്മൾ കോഴ്സുകളിൽ ജോയിൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് ലഭിച്ചു, ഞാൻ ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്തു, അതിനേക്കാൾ ബെസ്റ്റ് ചോയ്സുകൾ മാത്രമേ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ നാം കൊടുക്കാൻ പാടുള്ളൂ. നമുക്കറിയാം എൻട്രൻസ് കമ്മീഷൻ എപ്പോഴും പ്രയോറിറ്റി അനുസരിച്ചാണ് 1, 2, 3 എന്നുള്ള ഓർഡറിൽ പ്രയോറിറ്റി അനുസരിച്ചാണ് എൻട്രൻസ് കമ്മീഷണർ അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം നാം കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റിയിൽ ഇപ്പം ലഭിച്ചിരിക്കുന്ന ക്യാമ്പസിനേക്കാൾ
മികച്ച ക്യാമ്പസുകളും ഞാൻ നിർബന്ധമായും ജോയിൻ ചെയ്യും എന്നുള്ള ക്യാമ്പസുകൾ മാത്രമേ മുകളിലേക്ക് നാം എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കൊരു ക്യാമ്പസ്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ക്യാമ്പസാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ആ ഫസ്റ്റ് ടൈം ലഭിച്ച ക്യാമ്പസ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഒരു പുതിയ ക്യാമ്പസ് എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സെക്ടറിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ടൈമാണ്. ഇനി ഓൾ ഇന്ത്യയുടെ ഈ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി ഇങ്ങനെ പോകുന്ന 11 കോഴ്സുകളിലേക്കുള്ള അലൈഡ് കോഴ്സുകളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 18-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ അലൈഡ് കോഴ്സുകളിലേക്ക് ജോയിൻ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അലൈഡ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യണം. ഇനി ഇതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട്, റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് മേ ബി ചിലപ്പോൾ ആ ചോയ്സ് ഫില്ലിംഗ് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഡേറ്റ് അനുസരിച്ചിട്ട് സെപ്റ്റംബർ 19 വരെയാണ് കേരളയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ട് എല്ലാത്തിൻ്റെയും ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെയും കേരളയുടെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് റൗണ്ട് ഒക്കെ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പേരൻസിനോടും വിദ്യാർത്ഥികളോടും ഉള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നിർബന്ധമായും ഈ ഓരോ അലോട്ട്മെൻറ്റുകളുടെയും, അത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ആവട്ടെ, കേരള സ്റ്റേറ്റിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും അതുപോലെ അലൈഡ് കോഴ്സുകളുടെ ആവട്ടെ, ഇനി അതുകൂടാതെ നമ്മുടെ ഏതൊക്കെ സ്റ്റേറ്റിൽ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ തമിഴ്നാടിൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 15% സീറ്റിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെൻറ്റ് ജോൺസ് അല്ലെങ്കിൽ ജിപ്മറിൻ്റെ ക്യാമ്പസ്, ഇങ്ങനെ വരുന്ന ഏത് സെക്ടറിലെയും ഓരോ അലോട്ട്മെൻറ്റും കൃത്യമായിട്ട് ഡേറ്റുകൾ നാം എഴുതി വെച്ചിട്ട് ആ ഡേറ്റിനനുസരിച്ച് വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ, അലോട്ട്മെൻറ്റിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പോകേണ്ട ഒരു സമയമാണ് ഈ സെക്കൻഡ് റൗണ്ടിൻ്റെ സെപ്റ്റംബർ ഏകദേശം ഒരു 20th വരെയുള്ള ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായ ഒരു അലേർട്ടുകൾ കീപ്പ് ചെയ്യുക ഡേറ്റ് വൈസ്. എന്നിട്ട് ആ ചോയ്സ് ഫില്ലിങ്ങിനകത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതിൽ നമ്മൾ അവെയർ ആയിരിക്കുക. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ഇപ്പം നമ്മൾ ഫസ്റ്റ് വന്ന് കൊടുത്തിരിക്കുന്ന നമ്മുടെ കോഴ്സുകളിനോടൊപ്പം തന്നെ ഈ 8 ക്യാമ്പസുകളുടെ സീറ്റ് മെട്രിക്സ് വന്ന് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിർബന്ധമായും നമുക്ക് ഇതിലേതെങ്കിലും ഒരു കോഴ്സ്, നമുക്ക് ഇതുവരെ MBBSൻ്റെ ഒരു കോഴ്സ് ലഭിച്ചിട്ടില്ല, എനിക്ക് ഒരു ഈ ജനറൽ കാറ്റഗറി ആണെങ്കിൽ എൻ്റെ റാങ്ക് ഒരു 20 ആണെങ്കിൽ 22,000 ആണ്, നമ്മുടെ റാങ്ക് എത്രയും ആകട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ്, ഒരു കോഴ്സോ പഠിക്കാൻ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ ക്യാമ്പസുകളും കൂടെ ഒക്കെ ചേർത്തുകൊണ്ട് ഓപ്ഷൻ കൊടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതേപോലെ ഇനി ഇതിനകത്ത് ഈ ഒരു 8 പുതിയ ക്യാമ്പസുകൾ വന്നത് മാത്രമല്ല, ഇന്ത്യ മുഴുവനുള്ള പബ്ലിഷ് ചെയ്തിരുന്ന മുഴുവൻ ക്യാമ്പസുകളുടെയും ഏതെങ്കിലും ഒരു സീറ്റിലേക്ക്, ഏതെങ്കിലും സ്റ്റേറ്റിലെ ഒരു സീറ്റിലേക്ക് ഇനിയും ഒരു അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് റൗണ്ടിൽ നാം നിർബന്ധമായും പങ്കെടുക്കണം. തേർഡ് റൗണ്ടും ഫോർത്ത് റൗണ്ട് എന്നൊക്കെ പറയുന്നത് എല്ലാ അലോട്ട്മെൻറ്റ് സെക്കൻഡ് റൗണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാ സീറ്റുകളും ഒക്കെ ഫില്ലാവും. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമായിരിക്കും തേർഡ് റൗണ്ടിലും സ്ട്രേ വേക്കൻസിയിലും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയി മാറുന്ന ഏറ്റവും സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫൈനൽ ടൈം ഇപ്പോൾ തന്നിട്ടില്ല. എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചോയ്സ് ഫില്ല് ചെയ്യാനും നമുക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് നേടിയെടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിനോടൊപ്പം നമ്മുടെ ഈ ഓൾ ഇന്ത്യയുടെയും കേരളയുടെയും എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും കൃത്യമായിട്ട് പങ്കെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച ഒരു ക്യാമ്പസ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ബെസ്റ്റ് വിഷസ്.